ചോദിച്ചതിലും ഞാൻ നിനച്ചതിലും എത്ര അതിശയമായി നടത്തി. എന്റെ വേദനയിലും എൻ കണ്ണീരിലും എത്ര വിശ്വസ്തനായി എന്നെ കരുതി. എന്റെ വേദനയിലും എൻ കണ്ണീരിലും എത്ര വിശ്വസ്തനായി എന്നെ കരുതി. ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ, ഇന്നും എപ്പോഴും നീ കൂടെയുണ്ടല്ലോ. ഭയമേതുമില്ല, പതറിയിടുകില്ല, ഇന്നും എപ്പോഴും നീ കാവലുള്ളതാ. ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ, ഇന്നും എപ്പോഴും നീ കൂടെയുണ്ടല്ലോ. ഭയമേതുമില്ല, പതറിയിടുകില്ല, ഇന്നും എപ്പോഴും നീ കോവിലുള്ളതാ. എന്റെ നാവൊന്നു പിഴച്ചിടുകിൽ അരുതെന്നു പറയുമവൻ. എന്റെ നിലവുകളൊന്നു മാറിയ ധൈര്യം നൽകി മാറോടണയ്ക്കും. ഇത്ര നല്ല സ്നേഹിതനാരുമനാഥൻ എന്നെ കൃപയാൽ നടത്തിയിടുമേ. ഇത്ര നല്ല സ്നേഹിതനാരുമനാഥൻ എന്നെ കൃപയാൽ നടത്തിയിടുമേ. ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ, എന്നും എപ്പോഴും നീ കൂടെയുണ്ടല്ലോ. ഭയമേതുമില്ല, പതറിയിടുകില്ല, എന്നും എപ്പോഴും നിൻ കാവലുള്ളതാ. ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ, എന്നും എപ്പോഴും നീ കൂടെയുണ്ടല്ലോ. ഭയമേതുമില്ല, പതറിയിടുകില്ല, എന്നും എപ്പോഴും നീ കാവലുള്ളതാ. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. ജീവവചനത്തിന്റെ പ്രതിദിന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കുറ്റമില്ലാത്തവരാകണം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടം അവർ ആത്മമണവാളനായ യേശുക്രിസ്തുവിന്റെ കാന്തയാകയാൽ കുറ്റമില്ലാത്തവരായി കാണപ്പെടേണ്ടവരും കർത്തൃസന്നിധിയിൽ ഒരുക്കമുള്ളവരുമായി നിർത്തപ്പെടേണ്ടവരുമാണ്. വിശ്വാസമുള്ളവർ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായുള്ള പ്രത്യാശയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരാകും. എല്ലാ മനുഷ്യരും കുറ്റവും കുറവുകളും ഒക്കെ ഉള്ളവരാണ്. എന്നാൽ വിശ്വാസവും പ്രത്യാശയുമുള്ള ഒരു ദൈവപൈതലിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ച് അവന് നല്ല ബോധ്യമുണ്ടായിരിക്കണം. ദൈവം ഒരുവനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ നാളിൽ അവൻ കുറ്റമില്ലാത്തവനായി നിൽക്കുക എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ബോധമില്ലാത്തവരായി കഴിയുന്ന വിശ്വാസികൾ ശാസനയ്ക്ക് വിധേയപ്പെടേണ്ടതാണ്. വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയെ കുറ്റം പറയുവാൻ, വിധിക്കുവാൻ ആർക്ക് കഴിയും? അപവാദി കുറ്റം പറയുന്നവനാണ്. എന്നാൽ നീതീകരണത്തിൽ, വിശുദ്ധീകരണത്തിലൊക്കെ ഉറച്ചു വിശ്വസിക്കുകയും അത് പ്രാപിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യുന്ന വിശ്വാസി താൻ ക്രിസ്തുവിന്റെ നാളിലേക്ക് ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ്. ആ നാളിൽ ഞാൻ കുറ്റമില്ലാത്തവനായി നിൽക്കപ്പെടും, പരിശുദ്ധാത്മാവ് എന്നെ അതിനുവേണ്ടി സഹായിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവനാകുകയാണ്. താൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും തൻ്റെ ജീവിത നടപ്പിലും ഏകാഗ്രതയും ശ്രദ്ധയും ഒക്കെ ഉള്ളവനായിരിക്കും. അങ്ങനെയുള്ള ഒരുവനെ ദൈവം നീതീകരിച്ചു കൊണ്ടിരിക്കും. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. റോമാലേഖനം 8:33-34 വാക്യങ്ങളിൽ ഇപ്രകാരമാണ് പറയുന്നത്: ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ
ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. പ്രിയരെ, ഏൽപ്പിച്ചു കൊടുത്തവനെ, ദൈവവചനത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നവനെ, ഒഴിഞ്ഞിരിക്കേണ്ടതിനെ ഒഴിഞ്ഞു മാറുന്നവനെ, വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയുന്നവനെ, തന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് കർത്താവ് വേണ്ടത് ചെയ്തിരിക്കുന്നു. ഇന്നും അതിനുവേണ്ടി കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു, കൊലോസ്യ ലേഖനത്തിൽ ഓർപ്പിക്കുന്നു ഇങ്ങനെയാണ്: മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. നോക്കൂ, എത്ര മഹത്വകരമായൊരു പ്രവൃത്തിയാണ് കർത്താവ് ചെയ്തത് നമുക്ക് വേണ്ടി. ഈ കാര്യം നാം ഓർത്ത് ദൈവത്തിന് എപ്പോഴും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നവരായിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയരെ, ദൈവവിളി കേട്ടനുസരിക്കുന്നവർ ദൈവത്തിന്റെ ഈ വലിയ ആശയെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം എന്നാണ് അപ്പോസ്തലന്മാർ പ്രബോധിച്ചു വന്നിരുന്നത്. അപവാദിക്ക് അവസരം കൊടുക്കാതിരിക്കുക. ഞാൻ ക്രിസ്തുവിൽ തികഞ്ഞവനായി വളരണം, വിശ്വാസത്തിൽ ഉറയ്ക്കണം, പ്രത്യാശയിൽ വർദ്ധിച്ചു വരണം എന്ന ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. ഞാൻ ക്രിസ്തുവിന്റെ മുൻപിൽ കുറ്റമില്ലാത്തവനായി നിൽക്കണമെന്ന് ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറണം. കുറ്റമുള്ളവരാകുമെങ്കിൽ നിത്യത മുഴുവൻ നിലനിൽക്കുന്ന പ്രതിഫലത്തെ അത് ബാധിക്കുമെന്ന് തിരിച്ചറിയണം. അതൊരു അപകടകരമായ അവസ്ഥയാണ്. പലരും പറഞ്ഞു കേൾക്കുവാൻ ഇടയാകുന്നത് പ്രതിഫലമൊന്നും ലഭിച്ചില്ലെങ്കിലും സാരമില്ല, വല്ല വിധേനയും അങ്ങെത്തിയാൽ മതി എന്ന കാര്യമാണ്. ഈ ചിന്താഗതി ഉള്ളവരുടെ നഷ്ടത്തിന്റെ ആഴം എത്രത്തോളം വലുതാണെന്ന് അവർക്ക് അറിയാൻ കഴിയുന്നില്ല എന്നതാണ് ഇതിന് കാരണം. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയുള്ളവർക്ക് ശക്തമായ പ്രബോധനവും ഉപദേശവും വേണമെന്ന് ശാസിക്കുന്നുണ്ട്. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു എന്നാണ് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയുള്ളവരെ കുറിച്ച്, അങ്ങനെയുള്ള വിഷയത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, നാം വിളിക്കപ്പെട്ടവർ, നാം തിരഞ്ഞെടുക്കപ്പെട്ടവർ, ക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായി നിർത്തപ്പെടേണ്ടവർ. നമുക്കുള്ള കുറവുകൾ പ്രിയരെ പരിഹരിക്കപ്പെടണം. നാം ക്രിസ്തുവിൽ തികഞ്ഞവരായി തന്നെ വളരണം. ക്രിസ്തുയേശു നമ്മെ അവസാനത്തോളം ഉറപ്പിക്കും. നമ്മുടെ കുറ്റങ്ങളെ, നമ്മുടെ അപരാധത്തെ ക്രിസ്തു ചുമന്നു കളഞ്ഞതാണ്. അവൻ നമ്മെ വിശുദ്ധീകരിക്കുന്ന വിശുദ്ധീകരണത്തിൽ തന്നെ പ്രിയരെ ഉറച്ചു നിൽക്കുക, അതിനുവേണ്ടി തന്നെ ശ്രമിച്ചു കൊള്ളുക. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ കർത്താവേ, ഞങ്ങളുടെ നിത്യ ജീവിതത്തിന് വേണ്ടി ഇവിടെ വെച്ച് തന്നെ ഞങ്ങൾ ഒരുങ്ങി പൂർത്തീകരണം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നിന്റെ ആലോചനകളെ, ദൂതുകളെ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പകലിൽ കർത്താവിൽ ആശ്രയിച്ച് കർത്താവെ, കുറ്റമില്ലാത്തവരാകാൻ വേണ്ടിയുള്ള ഒരു ജീവിത നിലവാരം കൈവരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നിന്റെ ആവശ്യങ്ങളിൽ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് അർഹതപ്പെട്ട മറുപടികൾ അർഹതപ്പെട്ടവർക്ക് നൽകി കൊടുക്കേണ്ടതിന് വേണ്ടി അപേക്ഷിക്കുന്ന കർത്താവ്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവജനം വിടുവിക്കപ്പെടട്ടെ. കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം. തുടർന്ന് ഞങ്ങളെ സഹായിക്കണമേ, ദൈവകൃപയിൽ പരിപാലിക്കണമേ. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.